ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ സൂംബയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണി സമയമായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഇന്ന് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ആളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ വന്നിരുന്ന് ഞങ്ങളിങ്ങനെ കൂക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഫോൺ വിളിച്ച് അങ്ങനെ അവളെ ബാൽക്കണിയിലേക്ക് വിളിച്ച് വരുത്തി. പക്ഷേ ഫോൺ കണ്ടതുകൊണ്ട് ആൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. തലവേദനയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വെറുതെ അടവാണെന്ന് തോന്നുന്നു. ആൾ ഇറങ്ങിയിട്ടില്ല എന്തായാലും. അങ്ങനെ അവൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയൊക്കെ പയ്യെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേദിവസം സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയൊരു മസാലയും ആക്കി, പിന്നെ ടൊമാറ്റോ ചട്നിയും അതൊക്കെ കൂട്ടിയാണ് കേട്ടോ. മുട്ട ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. 2 മുട്ട ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ദോശ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മുട്ട ദോശയായല്ലോ. അപ്പോൾ കുഞ്ഞും എൻ്റെ കൂടെ തന്നെ കഴിക്കുന്നുണ്ട്. ഇക്ക ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇക്കാക്ക് 12 മണിയാവണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനും ഹാസിമും കൂടി അങ്ങനെ കഴിക്കുകയാണ്. ഹാറൂനും ഹംദാനൊക്കെ സ്കൂളിലാണ് കേട്ടോ. ഹാസിമിന് ദോശയും ഇഡ്ഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കറിയും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിച്ചോളും. ഹാറൂനാണ് ഇപ്പോഴും ദോശ പഞ്ചസാര കൂട്ടി കഴിക്കുന്ന ഒരാൾ. ഹാസിമിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആൾക്ക് എഴുന്നേറ്റ് വരുന്ന വഴി തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് വേണം, അല്ലെങ്കിൽ ആൾ വയലൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആളുടെ കുളിയും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. ആൾക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും അലക്കാനും വിരിക്കാനും മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ചെയ്യുന്ന പണിയാണെങ്കിലും ഇതിനൊരു അറ്റമില്ല അല്ലേ. എത്ര ചെയ്താലും അതിങ്ങനെ തീരാതെ കണ്ടിന്യൂസ് ആയിട്ട് പിറ്റേ ദിവസവും അത് തന്നെ വന്നുകൊണ്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലീൻ ചെയ്താലും പിന്നെയും പിറ്റേ ദിവസം ക്ലീൻ ചെയ്യാനുണ്ടാവും. അതായത് ചെറിയ പിള്ളേരുള്ള വീടാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഒന്ന് കരുതിക്കാൻ അങ്ങനെ പുറത്തേക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസും ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു കോളിഫ്ലവറും ക്യാപ്സിക്കം എല്ലാ സംഭവങ്ങളും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ചില്ലി ഗോപിയും അങ്ങനെ ആക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കോളിഫ്ലവർ ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെ അടർത്തിയെടുത്തിട്ട് അത് ഉപ്പും തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് മുക്കി വെക്കുന്നുണ്ട്. പുഴു ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ, ഗാർലിക് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ചില സമയത്ത് നോർമൽ ചോറ് തന്നെ കഴിക്കാനുള്ളൊരു പൂതിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം കുറച്ച് റൈസും രസം ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചോറ് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കരുതി ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിറ്റേ ദിവസമാണ് എടുത്തത്. അങ്ങനെ വെജീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മോട്ടാ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ കിറ്റിൽ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും. സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജീസും ഒനിയനും ഗാർലിക്കും എല്ലാം ഇട്ടതിന് ശേഷം വഴറ്റി അതിലേക്ക് എഗ്ഗും സോസേജും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റൈസും ഞാൻ വടിച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കാം എന്ന് കരുതി അങ്ങനെ ആ റൈസ് അങ്ങനെ തന്നെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മുട്ടയും പിന്നെ ഫ്രീസറിൽ 2-3 സോസേജും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിന്നെ അത് മതിയല്ലോ. അങ്ങനെ ഈ വെജീസ് ആയതിനു ശേഷം അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 2 കോഴിമുട്ടയും അതിലേക്ക് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം അതിലേക്ക് 2 കപ്പ് ബസ്മതി റൈസും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തിളച്ച വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുകയാണ്. ലാസ്റ്റാണ് സോസേജ് ഞാൻ കണ്ടത്. ലാസ്റ്റ് സോസേജും അതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഫ്രൈഡ് റൈസിന് ബസ്മതി റൈസ് വേറെ വേവിച്ചിട്ടാണ് കേട്ടോ ആഡ് ചെയ്യാറ്. ഇന്നിപ്പോൾ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ റൈസ് ഇട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ തന്നെയാണല്ലോ ഇഷ്ടം.
അതിനെ കട്ട് ചെയ്ത സോസേജും ഞാൻ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കോളിഫ്ലവർ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി വെച്ചതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ്, പെപ്പർ സെയിം അളവ് തന്നെയാണ് കേട്ടോ മൈദപ്പൊടിയും കോൺഫ്ലവറും എടുക്കേണ്ടത്. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച കോൺഫ്ലവർ നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിലൊരു നനവുണ്ടല്ലോ, അപ്പോൾ അത് കോട്ടായിക്കോളും. ഇനി കോട്ടായിട്ടില്ലെങ്കിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ആണെങ്കിലും ചില്ലി ഗോബി ആണെങ്കിലും ഏതൊരു ചൈനീസ് ഡിഷ് ആണെങ്കിലും നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അതല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. റൈസ് ഇതേ അപ്പോഴത്തേനും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ഹാറൂൺ വന്നിട്ടോ കുറച്ച് സമയം അപ്പോഴത്തേനും ലേറ്റായി. അതിന് ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഹാറൂന് സോസും കൂട്ടി തന്നെ റൈസ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ക്ലാസ് വിട്ട് വന്ന ഉടനെ ഇത്തിരി നേരം ടി വിയുടെ മുമ്പിലിരിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെ ആളവിടെ ഇരുന്നത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കോളിഫ്ലവർ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിന് കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ആദ്യമേ സെറ്റാക്കി വെക്കണം കേട്ടോ, പെട്ടെന്ന് ആഡ് ചെയ്യാനുള്ളതുകൊണ്ട്. അങ്ങനെ സവാളയും ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സോസുകളെല്ലാം സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഹോട്ട് ചില്ലി സോസ് 3 കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും വെക്കുന്നുണ്ട്. പിന്നെ ചട്ടി വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒനിയനും ക്യാപ്സിക്കും ഇട്ട് അതിലേക്ക് ഒരുപാട് വഴറ്റി വേവാനൊന്നും നിൽക്കരുത്, നല്ല ഫ്ലെയിമിൽ തന്നെയായിരിക്കണം കറി വെക്കേണ്ടതും. എന്നിട്ട് അതിലേക്ക് സോസിൻ്റെ മിക്സ് ഒഴിക്കുക, പിന്നെ കോൺഫ്ലവർ ഒഴിക്കുക. അപ്പോഴത്തേനും കുറച്ച് തിക്കായി വരും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ആഡ് ചെയ്യട്ടെ. കോളിഫ്ലവർ കുറച്ച് സൈസ് വലുതായി പോയിട്ട് ചിലതൊക്കെ കുറച്ചും കൂടി ചെറിയ പീസാക്കാമായിരുന്നു. പിന്നെ അപ്പോഴത്തേനും നല്ല തിക്കായി വന്നിട്ടുണ്ട്. കോൺഫ്ലവർ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അങ്ങനെ ബാലൻസ് ചെയ്താൽ മതി. അതിലേക്ക് പെപ്പർ ഇടുക. സ്പ്രിംഗ് ഓണിയനൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും. അങ്ങനെ കുളിയൊക്കെ നമ്മുടെ രാവിലെ സൂംബ കഴിഞ്ഞ് വരുന്ന ദിവസം അപ്പം തന്നെ കഴിയും. പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ കഴിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. ഹംദാൻ വന്നിട്ടില്ല. ഇക്കായും 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ വന്ന് ലഞ്ച് കഴിക്കും കേട്ടോ. ഞാൻ കഴിക്കാനെടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ കിച്ചൺ പരിപാടികളും കാര്യങ്ങളും ഉച്ചക്കത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ റൂമിൽ വന്നിരുന്നപ്പോൾ എൻ്റെ ഷോളൊക്കെ എടുത്തിട്ട് ഒരാളിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്താണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഷോൾ എവിടെ കണ്ടാലും ആൾ അത് തലയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കളിക്കും കേട്ടോ. അപ്പോൾ ടി വിയിലാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അത് അതേപോലെ ആൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. കോക്കോമലണിൽ എന്ത് സംഭവം കണ്ടാലും അതേപോലെ തന്നെ ഇവിടെ നിന്ന് ചെയ്യാറുണ്ട്. ഡാൻസ് കളിക്കുകയാണെങ്കിൽ ആൾ ഡാൻസ് കളിക്കും, മുകളിൽ നിന്ന് ചാടുകയാണെങ്കിൽ ആളും സോഫയുടെ മുകളിൽ കയറി നിന്ന് താഴേക്ക് ചാടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹാസിമും ഹാറൂനും നല്ല തകർത്ത് കളിയിലാണ് കേട്ടോ. ഹംദാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് ന്യൂണോക്കാട് കളിക്കുന്ന സമയമായിട്ടുണ്ട്. പതിവ് പോലെ ഹാറൂൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെക്കാളും വലിയ ഇൻട്രസ്റ്റിലാണ് ചെറിയ ആൾ വന്നിരിക്കണം. ഒന്നും അറിയില്ലെങ്കിലും അതിൻ്റെ ഇടയിൽ വന്ന് ആളിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാനും ഹാസിമും കൂടി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. എൻ്റെ വേറെ 2-3 ഫ്രണ്ട്സ് ഇന്ന് 4 സ്ക്വയറിൽ വരുന്നുണ്ട്, നമുക്കൊരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകളും പ്രോഗ്രാമുകളും മീറ്റപ്പുകളും ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. ഈ തിരാന്ന് പറഞ്ഞിട്ടൊരു ഓണപ്പരിപാടി വലിയ പരിപാടിയായിട്ട് നടത്താറുണ്ട്. അത് കൂടാതെ തന്നെ ഓരോ ജില്ലകളുടെയും ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. ഇപ്പോൾ എറണാകുളത്തിനൊരു ഗ്രൂപ്പ്, മലപ്പുറത്തിനൊരു ഗ്രൂപ്പ്, കോഴിക്കോടുകൾ ഒരു ഗ്രൂപ്പ്, അവർ ടീ പാർട്ടി, അങ്ങനെ ഓരോ പരിപാടികൾ. അതൊക്കെ തന്നെയാണല്ലോ ഗൾഫിൽ ഓരോ ആഘോഷങ്ങളും പരിപാടികളും. ഫുഡ് ഉണ്ടാക്കുക, എവിടെയെങ്കിലും കൂടുക, കഴിക്കുക, അതൊക്കെ തന്നെ ആഘോഷം. അപ്പോൾ തിരയിൽ ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടിയിരുന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സാണ് കേട്ടോ. ആശ, ശാരിക. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ കണ്ടിട്ട്.
വാസലിൽ ഒരു 3-4 റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലും ഫോർ സ്ക്വയർ ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം എപ്പോഴും ഈ പുറത്ത് ഇട്ടേക്കുന്ന ഈ ചെയറാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്കിങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല റിലാക്സ് ചെയ്തൊരു ഹോട്ടലിൽ പോയിരിക്കുന്ന ഫീലിങ്ങേ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് പുറത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തപ്പോൾ ഞാനിവിടെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ പള്ളി. ഞാൻ പള്ളിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞങ്ങളൊരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഹാസിമ് വയലൻ്റായി തുടങ്ങി. അവന് കളിക്കാനുള്ള പ്ലേ ഏരിയ കുറച്ച് ഇപ്പുറത്താണ് കേട്ടോ. അവന് മണ്ണിൽ കളിക്കണം, അതാണ് അവൻ്റെ ഒരു ചോയ്സ് എപ്പോഴും. അപ്പോൾ എന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അപ്പുറത്ത് പോയി ഇരിക്കാം, അപ്പോൾ അവനും കളിച്ചോളുമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങളവിടെ വന്നിരുന്ന് തകൃതിയായിട്ട് സംസാരിക്കുകയാണ്. അതിനിടയിൽ ഹാസിമാണെങ്കിലും മണ്ണിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 8 മണിയോടുകൂടി ഞാനങ്ങനെ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയൊരു ഡയറ്റ് പ്ലാൻ ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം, കുറച്ച് ഡയറ്റ് ഫോളോ ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇക്കാക്കും അങ്ങനത്തെ ഫുഡുകളോടാണ് എപ്പോഴും താല്പര്യം. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക, നല്ല ഫുഡുകൾ കഴിക്കുക, ഡയറ്റ് ഫോളോ ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെയും വെയിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു മാസമായിട്ട് സൂംബക്കൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ രാത്രി ഞങ്ങൾക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി അതിലേക്ക് കുറച്ച് പാപ്രിക്ക, ഗാർലിക് പൗഡർ, കുറച്ച് സോയാ സോസ്, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് അതൊന്ന് കുറച്ച് ബട്ടർ ഒഴിച്ച് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോ, ബ്രക്കോളി, ബീൻസ് എല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും സോൾട്ടും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾ സ്റ്റീമർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് ആവിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചും ഡിന്നറും. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നും കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.